2008 പുറത്തിറങ്ങി വളരെ അറിയപ്പെട്ട ഒരു മൂവിയാണ് കുംഫു പാണ്ട. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ മൂവിയാണ്. ഇതെൻ്റെ ആദ്യത്തെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീരനായ കുംഫു പാണ്ടയുടെ കഥയിലേക്ക് കടക്കാം. ഈ കുംഫുക്കാരെ പോലെ എഴുന്നേക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അവസാനം ഒരുവിധം എഴുന്നേക്ക് അവൻ അടിയിലേക്ക് ഓടിയിട്ടുണ്ട്. അടിയിൽ അവൻ്റെ അച്ഛൻ നിൽക്കുകയാണ്. നീ പെട്ടെന്ന് ഈ നൂഡിൽസൊക്കെ എടുത്തു കൊടുക്കാൻ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ അവൻ്റെ ജോലി തുടങ്ങുന്നുണ്ട്. അവൻ എല്ലാവർക്കും നൂഡിൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നിടെ അവൻ്റെ അച്ഛൻ എൻ്റെ കാലം കഴിയാനായി, ഈ കട നീ നോക്കി നടത്തണം എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും മുത്തശ്ശനും നോക്കി നടത്തിയ കടയാണിതെന്നും പറയുന്നുണ്ട്. എനിക്കിതല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ നിന്നെക്കൊണ്ട് പറ്റിയ പണി ഇതാണെന്ന് പറഞ്ഞ് ഇതൊക്കെ കൊണ്ടേ കൊടുക്കാൻ പറയുന്നു. അവൻ ആകെ വിഷമിച്ച് ഇത് കൊണ്ടുകൊടുക്കാൻ പോകുന്നതിനിടെ അവൻ കുംഫു പാലസിലേക്ക് പോകുന്നു. അവിടെ മാസ്റ്റർ ഷിഫു തൻ്റെ ശിഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് വന്നിട്ടും വളരെ സിമ്പിളായി തന്നെ അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഷിഫു. നിങ്ങൾ കുറച്ചും കൂടി വളരാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ദൂതൻ വന്ന് നിങ്ങളെ മാസ്റ്റർ ഗുരു വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഷിഫു അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഇതാണ് ഇവരുടെയൊക്കെ കുംഫു മാസ്റ്റർ ഓഗ്വേ ഷിഫുവിനോട് എനിക്കൊരു വെളിപാടുണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ പേടി സ്വപ്നമായ ടൈലാങ് കടുവ ഉടനെ തിരിച്ചു വരുമെന്ന് പറയുന്നു. അത് കേട്ട് ഷിഫു ആകെ പേടിക്കുന്നുണ്ട്. കാരണം ടൈലാങ്ങിനെ പറ്റി അവൻ നന്നായി അറിയാം. ടൈലാങ്ങോ? അവനെ തടവറയിലിട്ടതല്ലേ, അവൻ എങ്ങനെ പുറത്തു വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എന്തായാലും പുറത്തു വരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ദൂതനോട് പെട്ടെന്ന് നീ അങ്ങോട്ട് പോയല്ലോ, അവിടുത്തെ സെക്യൂരിറ്റി ഫുൾ ടൈറ്റ് ആക്കണം, ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും വിധിയെ തർക്കം കഴിയില്ല, അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നമുക്കൊരു ഡ്രാഗൺ വാരിയറിനെ കണ്ടെത്തി ഈ വ്യാലി സൂത്രം അവന് കൊടുക്കേണ്ടതുണ്ട്. ഈ വ്യാലി സൂത്രം കൊടുക്കാൻ പറ്റിയ യോദ്ധാവോ? അവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിലുണ്ടോ? അതെ, അവനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനായി ഒരു മത്സരം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ദൂതൻ കുറേ സമയം താണ്ടി ആ കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ടൈലാങ്ങിനെ അടച്ചിട്ടിരിക്കുന്നത്. സെക്യൂരിറ്റികളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവ ഒരിക്കലും ഇവിടുന്ന് പുറത്തിറങ്ങില്ല, കാരണം അത്രയും ടൈറ്റാണ് സെക്യൂരിറ്റി. ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല, കൊട്ടാരത്തിന് പറഞ്ഞിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അവനെ നിനക്ക് ശരിക്കും കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പോകുന്നതിനിടെ അവൻ അടിയിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഒരു തൂവൽ അടിയിലേക്ക് പോകുന്നുണ്ട്. അടുത്ത സീനിൽ അവനെ ടൈലാങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി അടിയിലെത്തി വാതിൽ തുറക്കുമ്പോൾ ഇവിടെ ടൈലാങ്ങിനെ കാണിക്കുന്നു. ഈ കൂടിലാണ് ടൈലാങ്ങിനെ അടച്ചിട്ടിരിക്കുന്നത്. അവനെ പോയി കണ്ട് ഇത് പ്രത്യേക താക്കോലില്ലാതെ ഒരിക്കലും ഈ കൂട് തുറക്കാൻ പറ്റില്ല, ഇവരെ കൊണ്ട് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, ഇവൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്. ഒരിക്കലും ഇവനോടൊന്ന് രക്ഷപ്പെടാൻ പറയുന്നതൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മേലെ നിന്ന് വീണ തൂവൽ അടിയിലേക്ക് വീഴുന്നു. അപ്പോൾ ടൈലാങ് എഴുന്നേൽക്കുന്നുണ്ട്. അവൻ ആ തൂവൽ ഒളിപ്പിച്ച് വയ്ക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ കുംഫു പാലസിൽ നിന്ന് ഒരു നോട്ടീസ് കാണുന്നു. ഡ്രാഗൺ വാരിയറിനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന നോട്ടീസായിരുന്നു അത്. അവൻ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞ് എല്ലാവരോടും പോകാൻ പറഞ്ഞയക്കുകയാണ്. അതിനിടെ അവനും പോകുമ്പോൾ അവൻ്റെ അച്ഛൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ച് ഇതുകൊണ്ട് കൊണ്ടുപോയി വയ്ക്കുകയെന്ന് പറയുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ വരും. ഈ നൂഡിൽസൊക്കെ അവർക്ക് കൊടുക്കാൻ പറയുന്നു. അവൻ മനസ്സോടെ അതും കൊണ്ട് പോകുന്നുണ്ട്. അവനാണെങ്കിൽ അത് പൊന്തുന്നില്ല. അവൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആ സ്റ്റെപ്പൊക്കെ അതും കൊണ്ട് കയറ്റാണ്. ഇവിടെ ആണെങ്കിൽ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും പുതിയ ഡ്രാഗൺ വാരിയറിനെ കണ്ടെത്താനുള്ള ആഘോഷത്തിലാണ്. നമ്മൾ പോയാണെങ്കിൽ എന്തൊക്കെ ശ്രമിച്ചിട്ടും അതങ്ങ് മേലോട്ട് എത്തുന്നില്ല. അങ്ങനെ അവൻ അതെല്ലാം അവിടെ ഇട്ട് സ്വന്തമായിട്ട് കയറി പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ ഓഗ്വേ നിൻ്റെ ശിഷ്യന്മാരുടെ മത്സരങ്ങളൊക്കെ കണ്ട് അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ അവനെക്കൊണ്ട് തന്നെ മാത്രമേ പറ്റൂ എന്നൊക്കെ ഓഗ്വേ ഷിഫുവിനോട് പറയുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ആഘോഷങ്ങളൊക്കെ തുടങ്ങി മത്സരമൊക്കെ തുടങ്ങാനാവുമ്പോഴാണ് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഒരുവിധം മേലെ എത്തി ആശ്വാസം എന്ന് പറഞ്ഞേക്കുമ്പോൾ ഡോർ അടയുന്നുണ്ട്.
അവനാകെ പേടിച്ച് ഓടുമെങ്കിലും ഡോർ അപ്പോഴേക്കും അടഞ്ഞിട്ടുണ്ടാവും. അവൻ കുറേ മുട്ടുമെങ്കിലും അവിടുത്തെ ആഘോഷം കാരണം ഒന്നും കേൾക്കുന്നില്ല. അവൻ കുറേ മതിലൊക്കെ ചാടി കുറേ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഇവിടെ ആണെങ്കിൽ മത്സരങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ കഴിവുകൾ കാട്ടാണ്. പോയാണെങ്കിൽ വാതിലിൻ്റെ ഇവിടെ കൂടി നോക്കുമ്പോൾ ഓരോരുത്തർ വന്ന് തടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അവന് അത് നടക്കുന്നില്ല. അവനാണെങ്കിൽ പല വേലത്തരങ്ങളിൽ കാട്ടി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. അവസാനത്തെ പണി എന്നോണം അവൻ ഒരു മരം വലിച്ച് കെട്ടി പോകുമെങ്കിലും നേരെ പിന്നെയും പുറത്തേക്ക് പോകുന്നുണ്ട്. അവൻ പുറത്തേക്ക് പോകുന്നത് ഒരു പടക്കത്തിൻ്റെ ഇടയ്ക്കാണ് വീഴുന്നത്. ആ പടക്കം കണ്ടിട്ട് അവനൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഓഗുവേ ഡ്രാഗൺ വാരിനെ തിരഞ്ഞെടുക്കാൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുകയാണ് ആരായിരിക്കും ഡ്രാഗൺ വാരി എന്നറിയാൻ. ഇവിടെ പോവുകയാണെങ്കിൽ പടക്കമൊക്കെ ഒരു കസേരയിൽ കെട്ടി അതിലിരുന്ന് പടക്കം കത്തിക്കാണ്. അപ്പാണ് അവൻ്റെ അച്ഛൻ അവിടെ കയറി നിന്ന്, നീ എന്താടാ ഇവിടെ ചെയ്യുന്നത്? നിന്നോട് നൂഡിൽസ് ചിക്കനല്ലടാ പറഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് നൂഡിൽസ് ചിക്കണ തീരെ ഇഷ്ടമല്ല, എനിക്ക് ഡ്രാഗൺ വാരി ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് പോവാൻ റെഡി ആയിക്കെങ്കിലും ഒരു കുന്തും നടക്കുന്നില്ല. അവസാനം അവൻ താഴെ വീണ് ആ പടക്കമൊക്കെ കൂടി കത്തുകയാണ്. ചുമരിലൊക്കെ ഇടിച്ച് അവിടെ ഇവിടെ ഇടിച്ച് നേരെ മുകളിലേക്ക് പോയി ആകെ പൊട്ടിത്തെറിക്കുകയാണ്. ആ കസേരൊന്നും ഇല്ലാതെ അടിയേക്ക് പോവാണ്. നേരെ അവരുടെ കൂട്ടത്തേക്ക് ചെന്ന് കണ്ണുറക്കുമ്പോൾ ഓഗുവേദ അവന് നേരെ കൈ ചൂണ്ടിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ മാറി തരാം, ഒന്നുമില്ല, ഞാൻ അറിയാതെ വന്നാണെന്നൊക്കെ പറഞ്ഞ് മാറാൻ ശ്രമിക്കുമ്പോൾ, അല്ല നിന്നെ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞ് ഓഗുവേ അവന് കൈ എടുത്ത് പൊക്കുന്നു. ഇവനോ, ഈ കുള്ളപ്പനോ, ഇവനെങ്ങനെ ഡ്രാഗൺ വാരി ആവാൻ കഴിയും? ഓൻ എല്ലാവരോടും കൂടി കഷ്ടപ്പെട്ട് പല്ലക്കിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്. ഷിഫു ഓഗുവേൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, നിങ്ങൾ ആ ടൈഗറിൻ്റെ നേർക്കല്ലേ വിരൽ ചൂണ്ടിയെ, പിന്നെ അവൻ മുമ്പ് വന്ന് ചാടിയല്ലേ, അപ്പം എങ്ങനെ അവൻ ഡ്രാഗൺ വാരി ആവുന്നു? അതെ, അവൻ തന്നെയാണ് ഡ്രാഗൺ വാരിയർ, എനിക്ക് തെറ്റിയതല്ലെന്ന് പറയുമ്പോൾ ഷിഫു ആകാന്തം വിട്ട് നിൽക്കുകയാണ്. അവൻ്റെ ശിഷ്യന്മാർ അവനോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, നാളെ രാവിലെ ആകുമ്പോഴേക്കും അവനെ ഞാൻ ഇവിടെ നിന്ന് കടത്തിയിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ പോയിരുന്ന പല്ലക്ക് പൊട്ടി വീഴാണ്. അപ്പോൾ ഓരോ തടിയന്മാരായ സെക്യൂരിറ്റികൾ വന്ന് അവനെ കൊണ്ടുപോയി ഒരു പാരസൈറ്റ് ഇടുകയാണ്. അവനാണെങ്കിൽ അവിടെ കണ്ട് ആ ആശ്ചര്യത്തിൽ നിൽക്കുകയാണ്. പഴയ കുംഫു മാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്, വാളും പരിചയമൊക്കെ ഉണ്ട്. മുഴുവൻ കുംഫുവിൻ്റെ പറ്റിയുള്ള വിവരങ്ങളും അവിടെ ഉണ്ട്. അതിനിടെ അവനൊരു പാത്രം കണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയി ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ, ഇതിലുള്ള കുംഫു മാസ്റ്റർ ജീവിച്ചിരിക്കുന്നത്, അങ്ങനെയല്ലേ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് വീണ് പൊട്ടുകയാണ്. ഇത് കണ്ട് ഷിഫുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കണ്ട, ഇതൊക്കെ ഞാൻ 1 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറയുന്നു. പോടവിടുന്ന്, നീയല്ലേ പുതിയ ഡ്രാഗൺ വാരിയർ, നിന്നെ കൊണ്ട് ആ മുകളിൽ കാണുന്ന വ്യാലു സൂത്രം എടുക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മുടെ അതിന് പറയുന്നത്, പിന്നെന്താ ഒരു കേണി തന്നാൽ ഞാൻ സുഖമായിട്ട് എടുത്തരാ പറയുന്നു. അപ്പാ നിർത്തറ തടിയമ്മാണ്ടേ, നീയുള്ള പുതിയ ഡ്രാഗൺ വാരിയർ, നിൻ്റെ ഈ കൊടവാറും എല്ലാം കൊണ്ട് നിനക്ക് എങ്ങനെയാണ് ഡ്രാഗൺ വാരിയർ മാറിയത്? അതും പറഞ്ഞ് അവൻ വിരൽ പിടിക്കുമ്പോൾ, ഇത് നിങ്ങളുടെ വിരൽ സൂത്രമല്ലേ, ഇതെൻ്റെ നേർക്ക് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്, ഞാൻ കാല് പിടിക്കാൻ എന്നെ ഒന്നും ചെയ്യരുത്, അപ്പോൾ നിനക്ക് ഇതിനെ പറ്റി അറിയാമല്ലേ, എനിക്കിതിനെ പറ്റി നല്ല അറിയാം, എന്നൊന്നും ചെയ്യരുത്, ഞങ്ങൾ നിങ്ങളെ കാല് പിടിക്കാൻ പറയുമ്പോൾ, നീ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി, നീ പുതിയ ഡ്രാഗൺ വാരിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ്, നിന്നെ ഇപ്പോൾ ഞാൻ ട്രെയിനിങ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരാണെങ്കിൽ അതൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. ഞാനോ ഇത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ നീ തന്നെ ചെയ്യണമെന്ന് പറയും. അവരാണെങ്കിൽ അവൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവരാണെങ്കിൽ ഒരു വസ്തു അറിയില്ല, എല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് അടിയൊക്കെ പേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എല്ലാ ട്രെയിനിങ് കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് ഇറങ്ങി പഞ്ചറായി വരികയാണ്. ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് അവർ കിടക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം കാൽവിരൽ പോലും കാണാൻ പറ്റാത്ത ഒരുത്തനാണല്ലോ ഡ്രാഗൺ വാരിയറാക്കിയെന്നൊക്കെ പറഞ്ഞ് ആകെ കളിയാക്കണം അവരൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവനാകെ വിഷമമായിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ കാൽവിരൽ നോക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ശേഷം അവൻ മുണ്ടാതെ മെല്ലെ അവൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. പക്ഷെ കയറിയത് മറ്റൊരാളുടെ റൂമിലേക്കാണ്. എന്നോട് ക്ഷമിക്കണം, നിങ്ങളെന്താ ഇതുവരെയായിട്ട് ഉറങ്ങാത്തതൊക്കെ ചോദിക്കുമ്പോൾ,
എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. കാരണം ഡ്രാഗൺ വയറായി നിന്നെ തരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ ഒന്ന് പോയിരുന്നെങ്കിൽ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് അവൻ പറയുമ്പോൾ അതിനെന്താ ഞാൻ പോയി തരാമെന്നൊക്കെ പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങി നേരെ പോകുമ്പോൾ ഒരു വാതിൽ തുറക്കുന്നു. ടൈഗറായിരുന്നു അത്. ടൈഗറിനോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ടൈഗർ, നീ മര്യാദയ്ക്ക് ഇരുന്ന് പോകണം, നിന്നെയൊക്കെ ഡ്രാഗൺ വയറിൽ കിട്ടിയത് ഞങ്ങളുടെ നാശമാണ് എന്നൊക്കെ പറഞ്ഞ് വാതിലടയ്ക്കുകയാണ്. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നമ്മളപ്പോൾ ദിവ്യമരത്തിൻ്റെ അടിയിൽ നിന്നും താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവനെ തിരഞ്ഞ് ഓഗിവേ വരുന്നത്. എന്താ മോനെ നിനക്ക് ഇത്ര സങ്കടമെന്ന് ചോദിക്കുമ്പോൾ, ഈ കുംഫു ലോകത്തിന് തന്നെ ചീത്തപ്പേരാണ് ഞാൻ. പലർക്കും പല കഴിവുകളുണ്ട്, എന്നാൽ എനിക്കൊരു കുന്തവുമില്ല. പലർക്കും ചിറകുകളും നഖങ്ങൾ അങ്ങനെ പല പല കഴിവുകളുണ്ട്, എനിക്കിതൊന്നുമില്ല. എനിക്ക് ആ നൂഡിൽസ് കടയിൽ ഇരുന്നാൽ മതിയായിരുന്നു. എന്നെ കൊണ്ടൊക്കെ നൂഡിൽസ് വിൽക്കാനേ പറ്റൂ. ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നു. അല്ല മോനെ, ഇന്നലകളൊക്കെ കഴിഞ്ഞു പോയി. ഇനി നാളെകൾ എന്തെന്ന് ആർക്കറിയാം. നിന്നെക്കൊണ്ട് പറ്റുന്നത് നീ ചെയ്യുക. എൻ്റെ അറിവിൽ നീ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിനെ രക്ഷിക്കാൻ പോകുന്ന യോദ്ധാവ് എന്നൊക്കെ പറഞ്ഞ് ഓഗുവെ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. ഓഗുവെ പറഞ്ഞതൊക്കെ കേട്ട് നമ്മുടെ പോക്കി കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. പിറ്റേ ദിവസം ഷിഫൂൺ എല്ലാവരെയും കാണാൻ വരുമ്പോൾ എല്ലാവരും റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്നാൽ നമ്മുടെ പാണ്ടക്കുട്ടൻ മാത്രം ഇറങ്ങുന്നില്ല. അവൻ്റെ റൂമിലേക്ക് ഷിഫു പോയി നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. ആശ്വാസം, അവൻ പോയെന്ന് പറഞ്ഞ് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് അവർ പോകുന്നതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.